അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് റൈഡായിട്ട് ഇറങ്ങിയതാണേ. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. ഞാനിങ്ങനെ 5:30 ആയപ്പോഴത്തേനും എഴുന്നേറ്റിരിക്കുന്നതാണ്. മഴ ഇപ്പം കുറേയെന്ന് വിചാരിച്ച് അങ്ങനെ കുറഞ്ഞ ഒരു സമയം നോക്കിയിട്ട് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നോക്കിയിരുന്ന സമയം പോയി. സമയം ഇപ്പോൾ 7 മണിയാവാനായിട്ട് പോവാം കേട്ടോ. ആ ഒരു വെള്ളച്ചാട്ടം കണ്ടോ? വീഡിയോയിൽ വന്നാൽ കുഴപ്പമുണ്ടോ? ഇല്ല. എവിടെയാ നിങ്ങളെ വീട്? എവിടെയാണോ വീട്? എവിടെയാ? ആലുവെന്ന് തന്നെയാണോ? അതെയോ? ഇതൊരു കനാലാണ്. കനാലിൽ നിന്ന് അവിടുന്ന് മേളിൽ നിന്ന് ഒഴുകി താഴേക്ക് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫീലൊക്കെ ഇല്ലേ? ആ പിള്ളേർ ആലുവെന്ന് വരുന്നതെന്ന് പറഞ്ഞു. ഇതിപ്പം നമ്മുടെ പണ്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഒത്തിരി പേരുണ്ട് ഇവിടെ. അത് നല്ല കുളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ഒരു വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുടക്കത്തിൽ തന്നെ വേറൊരു വെള്ളച്ചാട്ടം കാണിച്ച് ആ ഒരു മൂഡ് കളയുന്നില്ല. നമുക്കെന്തായാലും പോയേക്കാം. ആ വെള്ളച്ചാട്ടം നൈസാണേ. എന്തായാലും ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം കുളിക്കാനൊക്കെ നൈസാണ്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കനാലിലൊന്നും വെള്ളമില്ല. ആ ഒഴുകി ചാടുന്ന വെള്ളമുള്ളൂ. അതും തീരെ നൈസായിട്ടാണ് ചാടണേ. കുളിക്കാൻ സെറ്റപ്പ് നമ്മൾ ഈ ഷവറിൻ്റെ ഒക്കെ ചുവട്ടിൽ പോയി നിൽക്കില്ലേ, ആ ഒരു ഫീലാട്ടോ. ഇപ്പം നമ്മൾ കണ്ട ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പണ്ടപ്പള്ളി കഴിഞ്ഞിട്ട് നമ്മുടെ MC റോഡിലേക്ക് പോകുന്ന വഴിയാണേ. ഇവിടെ ഒരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്, ജേക്കബ്സ് എന്നൊക്കെ പറഞ്ഞ്, അതിൻ്റെ അടുത്താട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെറിയ പാർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ അടുത്തുള്ളവർ ഈ മൂവാറ്റുപുഴ ഭാഗത്തൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നൈസായിരിക്കും, അടിപൊളി ഒരു ആംബിയൻസും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ലൊക്കേഷനൊക്കെ കൊടുത്തേക്കാവേ. ഇനിയിപ്പം അധികം ഇവിടെ നിന്നിട്ട് ലേറ്റ് ആക്കുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ചേട്ടാ സൈക്കിൾ മാറിയോ? ചവിട്ടിക്കോ. അപ്പം അഭിഷേക് ബ്രോ എത്തിയിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ആക്കിയില്ലേ? വിളിച്ചായിരുന്നോ? നല്ല പോസ്റ്റായോ? എത്ര കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് ഇവിടെ വരെ? അപ്പോൾ നമ്മൾ വലിയൊരു കയറ്റം വെച്ച് ഓട്ടിയിട്ട് ഈ സ്ഥലം ഏതാ ബ്രോ? ഇത് പിറമാടം. അപ്പോൾ നമ്മുടെ അഭിഷേക് ബ്രോ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് റൈഡ് ചെയ്യുന്നതാണ്. ബ്രോയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വാട്ടർഫാളിൻ്റെ പേര് ശൂലം വാട്ടർഫാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പിറമാടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ മണ്ണത്തൂരൊക്കെ കഴിഞ്ഞിട്ട് പിറവൻ റൂട്ടാണോ ഈ നമ്മൾ പോകുന്ന ഈ വെള്ളച്ചാട്ടം ഉള്ളത്? മോറ്ററിക്ക് പോട്ടെ. എന്തായാലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷനൊക്കെ ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയാം. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമല്ലേ? വരുന്നതാണ്. വെള്ളം ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ വീണ്ടും പോസ്റ്റായിട്ടോ. മഴ അല്ല, കിട്ടില്ല മഴ. എനിക്ക് പിന്നെ കുഴപ്പമില്ല, ജാക്കറ്റ് ഉണ്ട്. ബ്രോയ്ക്ക് ജാക്കറ്റ് ഇല്ല. അതുകൊണ്ട് എന്തായാലും നനയണ്ടെന്ന് വിചാരിച്ചു. ഇനി നമുക്കൊരു എത്ര കിലോമീറ്റർ ഉണ്ട്? 3 കിലോമീറ്റർ ഉള്ളൂ അല്ലേ ഇനി? അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന മെയിൻ റോഡ് ഇത് പിറവത്തുനിന്ന് മൂവാറ്റുപുഴയ്ക്ക് കിടക്കുന്ന മെയിൻ വഴിയാണേ. ഈ വഴിയുടെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ജംഗ്ഷൻ കാണാം. അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് പിറമാടം എന്നാണ്. പിറമാടം കഴിഞ്ഞിട്ട് കുറച്ചും വരുമ്പോഴത്തേനും ഇവിടെ ചെറിയൊരു ബോർഡ് കാണാം കേട്ടോ. അല്ലാതെ നമുക്ക് ഒത്തിരി ബോർഡൊന്നും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒന്നും എവിടെയും കൊടുത്തേക്കണമായിട്ട് കാണാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു ബോർഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. മാറാടി ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ ഈ പിറമാടമൊക്കെ വരുന്നത്, ഈ വെള്ളച്ചാട്ടമുള്ള സ്ഥലമൊക്കെ. ഈ ജംഗ്ഷനിൽ ഇത് കുറച്ച് ദൂരം പോയാൽ, പിന്നെ ഇത് ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട് കേട്ടോ, ലൊക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി കുറച്ചങ്ങ് പോയാൽ നമുക്ക് നമ്മുടെ ശൂലം വെള്ളച്ചാട്ടത്തിൽ എത്താൻ പറ്റും. ഈ വെള്ളച്ചാട്ടം അങ്ങനെ അത്ര വലിയ ഫേമസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ പ്രദേശത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമ്മുടെ അരീക്കൽ വെള്ളച്ചാട്ടമാണ്. അരീക്കൽ വെള്ളച്ചാട്ടം ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അത് നല്ല തിരക്കുള്ളൊരു ഈ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ആളുകളൊക്കെ വരുന്ന വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. ഇതാ കാണുന്ന ഒരു പാറമടയാണേ. ഒരു തോടങ്ങ് ഒഴുകി പോകുന്നുണ്ട്. മിക്കവാറും ആ തോട് ചെല്ലുന്നിടത്തായിരിക്കും വെള്ളച്ചാട്ടം. അവിടെ നിന്ന് വെള്ളം ഇറക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ. ചെക്ക് ഡാമാണ് എന്തൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ജംഗ്ഷനാണേ. ഇത് ഇവിടെ ഒരു കെട്ടിടം ഉണ്ടല്ലോ. ഇതെന്താണ്? ആക്രിക്കടയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതാ ചാക്കിൽ എന്തൊക്കെയോ പറക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ തോട് അങ്ങനെ അങ്ങ് ഒഴുകി പോകുന്നുണ്ടേ. ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാട്ടോ. മിക്ക സ്ഥലത്തും ഓരോ പഞ്ചായത്തിൻ്റെ കീഴിലും പല സ്ഥലത്തും ഇങ്ങനെയുള്ള വേസ്റ്റ് നിക്ഷേപിക്കാനായിട്ട് ഈ കുപ്പിയുടെ മാതൃകയിൽ പണിതാട്ടോ അങ്ങനെ കൊണ്ടുവച്ചേക്കുന്ന കാണാം. എന്തായാലും നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ തീം പ്ലാസ്റ്റിക് കുപ്പി മാത്രമായിട്ട് ഇടാവുള്ളൂ. അതിനുവേണ്ടിയാണ്. കാരണം കുപ്പിയുടെ ഷേപ്പൊക്കെ ഉണ്ടാക്കി ആ രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടല്ലേ. വേറെ മാലിന്യങ്ങൾ നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പം മിക്കവാറും ഈ പഞ്ചായത്തിൻ്റെ ഈ വേസ്റ്റൊക്കെ എടുത്തിട്ട് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള
സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കാനുള്ളൊരു കെട്ടിടമായിരിക്കാം, അതാണെന്ന് തന്നെ തോന്നുന്നു കണ്ടിട്ട്. ഇതാണ് നമ്മുടെ ശൂലം വാട്ടർഫാൾസ്. ഇതല്ല, അതിൻ്റെ താഴേക്ക് കുറച്ച് പോകണം. ഇതിപ്പോൾ ഒരു ചെക്ക് ഡാമാണ്. അവിടുത്തെ വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് ഒഴുകി താഴേക്ക് ചെല്ലുന്ന ആ ഒരു സ്പോട്ടിലാണ് നമ്മുടെ വാട്ടർഫാൾ ഇരിക്കുന്നത്, അല്ലേ ബ്രോ? ആ, ഇവിടെ നമുക്കൊരു പാറമടയും ഈ ഒരു ചെക്ക് ഡാമൊക്കെയാണുള്ളത്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് പിറമാടെന്ന് പറയും. നമ്മുടെ മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളൂ, അത് കൂടുതലല്ലോ. മൂവാറ്റുപുഴയ്ക്കും പാമ്പക്കുടിക്ക് ഇടയ്ക്കുള്ള സ്ഥലം കേട്ടോ പിറമാടം. നമുക്ക് എന്തായാലും താഴേക്ക് പോകാം. താഴെ ചെന്നിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച ഒന്ന് കണ്ടിട്ട് ഇവിടെയും കുറേ സംഗതികളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ആ പാറമടയിൽ വെള്ളം നിറഞ്ഞെടുക്കണുണ്ടോ? ആ പാറമടയിൽ വെള്ളം കൂടിപ്പോൾ. ആ, ഡേഞ്ചർ അവിടെ. ഈ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പാറമടയിലോ? ഓ എൻ്റെ പൊന്നെ, ആ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിളൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ആ, ഈ താഴെ കാണുന്നതല്ലേ? ഓ, അതെന്ത് താഴെ നോക്കി. അവിടെ കുറേ പേരെ കുളിക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൽ. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ വെള്ളച്ചാട്ടത്തിലൊക്കെ. ഇവിടെ കുറേ പേര് ബൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ ഒക്കെ താഴേക്ക് നടന്നു പോകണം. ബ്രോ തെന്നൂട്ടോ, പായലാണേ. കയറാൻ പറ്റുന്നില്ലേ? വീണോ? എവിടെ എന്താ ചെയ്യുന്നത്? ആ, കുഴപ്പമില്ല അല്ലേ? ആ, എവിടെ മണ്ണ് ഒഴിക്കണോ? ആ, അതെയോ? ആ, നോക്കിയിടക്കെ. ആണോ, പിടിക്കണോ? ആ, ആണോ? ആ, നടക്കാൻ വീതി കുറവാണ്, അതല്ല പ്രശ്നം. പയ്യൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായെന്ന് കേട്ടോ പറഞ്ഞേ. പണി കേട്ടോ, നോക്കി നടന്നില്ലെങ്കിലേ വഴുക്കലുണ്ടോ പാറ. ആ, പുള്ളി പയ്യൻ എവിടെ വീടെന്ന് പറഞ്ഞേ? സ്ലിപ്പായതായിരിക്കും അല്ലേ? എന്നാൽ നമ്മുടെ ഈ ഷൂവിന് ഗ്രിപ്പില്ല, ഒട്ടും ഗ്രിപ്പില്ല, തെന്നേ പോകുള്ളൂ. ഇല്ല അങ്ങനെ കുഴപ്പമില്ല. ഒരു വനത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങിയൊരു ഫീലാണല്ലോ. ആ, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലേ വെള്ളച്ചാട്ടം ഇരിക്കുന്നത്? മഴക്കാലമായ പിന്നെ വെള്ളച്ചാട്ടങ്ങളുടെ സീസണല്ലേ? എവിടെയൊക്കെയാണ് വെള്ളച്ചാട്ടം? ഞാൻ ആദ്യമായിട്ട് വരുവാണ് ഇവിടെ. ആ, അത് തന്നെ. ഒരു പറമ്പിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴുകി വന്നാൽ അത് വെള്ളച്ചാട്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ ശൂലം വെള്ളച്ചാട്ടം. കാരണം അവിടെ ഒരു പൂളും അങ്ങനെയുള്ള സെറ്റപ്പൊക്കെയാണ്. പക്ഷെ ഒത്തിരി അധികം അങ്ങനെ അത്രയും വെള്ളമില്ല. ഇതുണ്ട് ആ പയ്യൻ പോണോക്കി. പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ ഊർന്ന് വരാൻ വേണ്ടിയിട്ടാട്ടോ വെള്ളത്തിൽ കൂടെ. ആ, ഇങ്ങനെ വന്നാലേ മറ്റേ പയ്യൻ്റെ പുറം വരഞ്ഞത്. ആ, അങ്ങനെ ആയിരിക്കാം മിക്കവാറും. ഓ, നടക്കണമൊക്കെ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിടാം. കാരണം നമ്മൾ തെന്നി വന്നു കഴിഞ്ഞാലേ നമുക്ക് വേറെ ഒന്നും പറ്റിയില്ലെങ്കിലും കാലും കൈ ഓടിയും. ആ, അത് തന്നെ. വെള്ളച്ചാട്ടം ചെറുതാണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയാട്ടോ. കുളിക്കാനൊക്കെ അടിപൊളിയാണ്, സേഫാണ്. പിന്നെ ആ പാറയുടെ മേളിൽ കയറി വലിയ അഭ്യാസം സാഹസികതയൊന്നും കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്, നൈസായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഓ, ഇതൊരു കിഡിലൻ വ്യൂ പോയിന്റ് ആണേ. ആ, താഴെ വലിയൊരു പാറമടയാണ്. ഇവിടെ ഒരു കൂറ്റൻ പാറമട കാണിച്ചു തരാം. എത്ര വർഷം പൊട്ടിച്ചതായിരിക്കും. ആ പാറമടൽ കണ്ടോ? തേനീച്ചക്കൂട് കണ്ടോ? ഓക്കെ, ഇഷ്ടം പോലെ ഉണ്ട്. ഓ, നല്ല വെള്ളം കേട്ടോ. നല്ല ആഴായിരിക്കും എന്നറിയോ? നമ്മൾ ഈ കാണുന്നവരൊന്നും ആയിരിക്കില്ല. ഈ പാറ പൊട്ടിച്ചേക്കുന്നില്ലേ, അത്ര തന്നെ ആഴം താഴേക്ക് കാണും. അത് നിറച്ചിതാണ് റാന്തൽ, മറ്റേ തേനീച്ചയുടെ ഒക്കെ എടുക്കാൻ പോലും പറ്റില്ല കേട്ടോ. തേനെടുക്കാൻ പോലും പറ്റില്ല. ആ, നല്ല ആഴമുണ്ട്. അതെ അതെ. ആ, അത് തന്നെ തോടതാ. ആ കാണുന്ന പാറമടയാണ്, അത് താഴത്തെ പാറക്കുള. ഈ ഭാഗത്തുനിന്ന് ഇവിടെ ഒത്തിരി പാറമടകളുണ്ട്. ഈ ഏരിയയിൽ ഒത്തിരി പാറമടകളുണ്ട്. അത് തന്നെ മലയായതുകൊണ്ടേ പാറയുള്ള സ്ഥലത്തെല്ലാം മടകളുണ്ട്, പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ.
ഇവിടെ കുറേ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പാറമടയ്ക്കകത്ത് മീനെ വളർത്തുന്നുണ്ട്. അപ്പം കുറേ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പുതിയതായിട്ട് മീൻ ഇട്ടേക്കുന്നതാണ്. നമ്മളിപ്പോൾ നിന്ന ആ ഒരു പാറമഴയുടെ തന്നെ ഒരു ഭാഗമാണ്. അത് തന്നെ സെയിം ആണ്. ഓ എൻ്റെ അമ്മു, ഇവിടെ നിൽക്കാൻ തന്നെ പേടിക്കണം. വേണ്ട, പിന്നെ പ്രഷറായിരിക്കും എന്നറിയാം ഈ പാറമഴയുടെ വെള്ളത്തിനെ. കാരണം എന്ത് സൈലൻ്റായിട്ട് കിടക്കണം നോക്കി. മീനുണ്ട് ബ്രോ, വലിയ മീനാണ്. അത് കണ്ടാ ചാടണം കണ്ടില്ലേ, നിറച്ച് മീനാണ്. ഇത് പുതിയതായിട്ട് ഇട്ടേക്കണമെന്നല്ല, മിക്കവാറും പുതിയ മീൻ ഇട്ടിട്ടുണ്ടാവും. ഓൾറെഡി അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അത് അവിടെ ഇഷ്ടം പോലെ പരുന്തും എന്തൊക്കെയോ മീനെ റാഞ്ചാനാണോ എന്താണെന്നറിയില്ല. ആയിരിക്കും. എന്തൊരു ഏരിയ നോക്കി പൊട്ടിച്ചെടുത്തേക്കണേ. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക തുടക്കം അത് തന്നെ. തുടക്കം ഇതല്ല, അങ്ങ് തോട്ടിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ചെക്ക് ഡാം വന്നിട്ടുണ്ട്. ആ ഒരു പൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ആ ഷട്ടർ ഓപ്പൺ ചെയ്തേക്കുവാണ്. ഓവർഫ്ലോ ആയിട്ട് വരുന്നതല്ല കേട്ടോ, ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഓവർഫ്ലോ അല്ല, ഷട്ടർ ഉയർത്തി വെച്ചേക്കുവാണ്. ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റുമോ? ഒരു ചവിട്ട് പോലും ചവിട്ടാൻ പറ്റില്ല, അടിച്ച് താഴെ പോകും. പായല് ചെക്ക് ഡാമിലെ മൊത്തം അഴുക്കെല്ലാം വന്ന് അടിഞ്ഞു കൂടിയേക്കണുണ്ടല്ലേ. ഈ വഴി അല്ലേ? ഓക്കെ. നമ്മൾ നിന്ന വെള്ളച്ചാട്ടം അതിൻ്റെ തൊട്ട് താഴെ കേട്ടോ. വെള്ളം ഇറങ്ങുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം. ഇതിലേ ഇറങ്ങി പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷെ പാടാ ബ്രോ ഇതിലെ പോകാൻ അല്ലേ? വഴിയില്ല കറക്റ്റ്. നമ്മൾ താഴെ നിന്ന് വെള്ളച്ചാട്ടം മൊത്തമായിട്ട് കണ്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു തട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിവിടെ നിന്നാൽ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇറങ്ങി പോകാൻ പറ്റില്ല, അതാണ്. ഊടുപാടേ ഇതുണ്ടോ പൈപ്പ് പോയേക്കണേ. ആ പാറമടയിൽ നിന്ന് വെള്ളം എടുത്തേക്കുന്നതാണ്. അങ്ങനെ ആയിരിക്കും മിക്കവാറും. ഇതൊരു പൈപ്പ് എന്നൊക്കെ താഴത്തേക്ക് കൊണ്ടുപോകുന്ന കേട്ടോ. ശരിക്കും കാണത്തില്ല കേട്ടോ. അത് ഇറങ്ങി പോകാൻ പറ്റും, പക്ഷേ അതുകൊണ്ടാ പാറ തെന്നി കിടക്കുക. ഇറങ്ങാൻ പറ്റും, താഴേക്ക് ഇറങ്ങാൻ പറ്റും. ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടെന്നാണ്. ഇതുണ്ടോ? ഇതെന്താ പറയുക, അമ്പഴങ്ങിയാണത്? അറിയില്ല. പണ്ട് അമ്പഴങ്ങിയാന്ന് പറഞ്ഞൊരു കായ എടുത്ത് കടിച്ചതാ. കടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അമ്പഴം അല്ല, വേറെ എന്തോ കായാണ്. ഇങ്ങനെ അങ്ങ് ഇറങ്ങി ആ വള്ളി കിടക്കുന്നുണ്ട്. അതിലേക്ക് പോവാല്ലേ? റിസ്ക്കാ കണ്ടിട്ട്. നല്ല റിസ്ക്കാ. തെന്നി കിടക്കുക, പാറ തെന്നി കിടക്കുക. അവിടെ വെള്ളം കെട്ടി കിടക്കണമെന്ന് തോന്നുന്നു. അവിടെ ആ ഭാഗത്തല്ലേ? ഒരു ഗുഹ പോലെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ കല്ല് നോക്കി. അതെ. വേണ്ട, എന്തായാലും കാലും കൈ ഒടിയും. അപ്പോൾ ഇത് പാമ്പാക്കുട എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഞങ്ങളിവിടെ ബേക്കറിയിൽ നിന്ന് ഇവിടെ കയറി ലൈമൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച്. ഇത് ഇവിടുന്ന് രണ്ട് മണിക്ക് തിരികെയാണ്. ബ്രോയ്ക്ക് രാമമംഗലം അല്ലേ?
എനിക്കിത് ഈ കാണുന്ന വഴി പോയാൽ മണ്ണത്തൂരി എന്ന കൂത്തള്ളത്തേക്ക് കയറാം. അപ്പോൾ ഓക്കെ, കാണാം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് സൈക്കിളൊക്കെ എടുത്തുകൊണ്ടത് ഇങ്ങനെയൊരു റൈഡ് പോകുന്നത് കേട്ടോ. ആ ഒരു പഴയ വൈബൊക്കെ തിരിച്ച് കിട്ടിയൊരു ഫീലാണ്. പ്രത്യേക സന്തോഷം കേട്ടോ സൈക്കിൾ എടുത്തുകൊണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഗ്രാമവഴികളിലൊക്കെ ഒന്ന് സഞ്ചരിക്കാനായിട്ട്. അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.